ഇത് 24-25 ക്വസ്റ്റ്യൻ പേപ്പർ. അതിന്റെ സ്പെസിമെൻ പേപ്പർ നമുക്കത് നോക്കാം. ഇത് നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാം. ഇന്നത്തെ 5 കോളം ഉണ്ട്, 4 റോ ഉണ്ട്. ഹോറിസോണ്ടൽ ആയിട്ടുള്ളത് റോയും വെർട്ടിക്കൽ ആയിട്ടുള്ളത് കോളവും. അത് 4 rows and 5 columns ആണെന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. അപ്പോൾ 2 dimensional array വിത്ത് 4 rows and 5 columns, അതൊരു ടാബുലർ സ്ട്രക്ചറാണ്, ടേബിൾ പോലെ. പിന്നെ ജാവയെ വിളിക്കുന്നത് ഈ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഓടുന്നു എന്നുള്ളതിന് പറയുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം എന്നുള്ളൊരു വാക്ക്. എല്ലാത്തിലും സ്വതന്ത്രമായി ഓടുന്നു എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ്. അത് ബൈറ്റ് കോഡിലാക്കും കമ്പൈൽ ചെയ്യുമ്പോൾ. എന്നിട്ട് ആ JVM അത് ഓരോ സിസ്റ്റത്തിനും അനുസരിച്ച് അത് കൺവേർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യും. അതാണ് ആ JVM ചെയ്യുന്നത്, ജാവ വെർച്വൽ മെഷീൻ ചെയ്യുന്നത്. ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ /n. അതിനകത്ത് 2 ക്യാരക്ടർ ഉണ്ട് ശരിക്കും പറഞ്ഞു. ഒരു സ്ലാഷും ഉണ്ട്, ഒരു എന്നും ഉണ്ട്. പക്ഷെ അത് ഒരെണ്ണമായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ക്യാരക്ടറിന്റെ സൈസ് 2 ബൈറ്റ് ആണെന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം ആണെങ്കിൽ 4 വരേണ്ട, 2 എടുക്കത്തുള്ളൂ. ആ /n എന്ന് പറയുന്ന നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നു. അത് ഒരു ക്യാരക്ടറായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. എസ്കേപ്പ് സീക്വൻസ് എന്ന് അതിന് പറയും. ഇതിൽ ഐഡന്റിഫൈ ദ ഓപ്പറേറ്റർ ദാറ്റ് ഗെറ്റ്സ് ദ ഹയസ്റ്റ് പ്രിസിഡൻസ് ബൈ ഇവാലുവേറ്റിംഗ് ഗിവൺ എക്സ്പ്രഷൻ. ഇതിൽ പ്ലസ് ഉണ്ട്, ആ മോഡുലസ് ഓപ്പറേറ്റർ ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, മൈനസ്. ഇതിൽ മോഡുലസ് ഓപ്പറേറ്ററിനാണ് പ്രിഫറൻസ്. അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ പ്ലസിനും മൈനസിനും ഈക്വലാണ്. ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും, ഇവിടെ ഡിവിഷനും ഇല്ല, അതിനും ഈക്വൽ ആണ്. പ്ലസിനും മൈനസിനും ഈക്വൽ. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞേ പ്ലസും മൈനസും എടുക്കുള്ളൂ. അപ്പോൾ പെർസെൻറ്റേജ് ആണ് ആൻസർ. ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വാലിഡ് ജാവ കീവേഡ്? സ്റ്റാറ്റിക് ആണ് ആൻസർ. അപ്പോ ഇതില് ഈ സ്റ്റാറ്റിക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിന് ഇൻസ്റ്റൻസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ഓബ്ജക്റ്റ് വേണ്ട. അതൊരു നമുക്ക് നോക്കാം. ഇവിടെ സ്റ്റാറ്റിക് ആണ് സംഭവം. ഇറ്റ്സ് എ വാലിഡ് കീവേഡ് യൂസ് ടു ഡിക്ലെയർ ക്ലാസ് ലെവൽ വേരിയബിൾസ് എന്നതിന് പറയുന്നത്. നമ്മൾ ഒരു ക്ലാസ് ഉണ്ടാക്കിയിട്ട് ഓബ്ജക്റ്റ് ഉണ്ടാക്കി, ഓബ്ജക്റ്റിൽ നിന്ന് പ്രോപ്പർട്ടിയും മെത്തേഡും ആക്സസ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇത് ക്ലാസ്സിൽ നിന്ന് വേരിയബിൾ, ഓബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടല്ല, ക്ലാസ്സിൽ നിന്ന് വേരിയബിൾ വിളിക്കുന്നത് ആ സ്റ്റാറ്റിക് മെത്തേഡ് വിളിക്കുന്നു. belongs to the class itself rather than any instance of the class. Object അല്ല. This allows such variables and methods can be accessed without creating. അപ്പൊ അതിന്റെ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഓബ്ജക്റ്റ് ഉണ്ടാക്കാതെ തന്നെ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇത് 4 കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഇല്ലേന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് ഇപ്പൊ സീൽ എന്ന് പറയുമ്പോൾ 6.4, അതിന്റെ നെക്സ്റ്റ് സീൽ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഹോൾ നമ്പറാ, അത് 7. ഫ്ലോർ എന്ന് പറയുമ്പോൾ താഴെ, അതായത് ലോവസ്റ്റ് ഹോൾ നമ്പറാ. അപ്പോ -1.2 എന്ന് പറയുമ്പോൾ മൈനസും എക്സ്ട്രാ കിടപ്പുണ്ട്. അതിന്റെ ലോവസ്റ്റ് എന്ന് പറയുന്നത് -2 -1 അല്ല. എന്നുവെച്ചാൽ നെഗറ്റീവ് ആയി കഴിയുമ്പോൾ അടുത്ത നമ്പർ എടുക്കും. അപ്പോ 7 നിന്ന് 2 കുറയ്ക്കുമ്പോൾ 5 വരണ്ട, 4 കൊടുത്തു. ക്വസ്റ്റ്യനിൽ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ അതിന്റെ ഫംഗ്ഷൻ പറയാം. സീൽ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഹയർ നമ്പർ എടുക്കും. ഇപ്പൊ 6.4 ആണ് 7 എടുക്കും. ഫ്ലോർ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പുള്ള ലോവസ്റ്റ് നമ്പർ എടുക്കും. അതായത് 1.2 ആണെങ്കിൽ 1 എടുക്കും. ഇവിടെ -1.2 ആയതുകൊണ്ട് 2 എടുക്കും. ലോവസ്റ്റ് നമ്പർ എടുക്കുന്നു. അപ്പൊ അങ്ങനെ
7 2 പോകുമ്പോൾ 5 വരേണ്ടത്. ഇവിടെ എന്തോ ചെറിയ കാൽക്കുലേഷൻ എറർ കാണിക്കുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിട്ടേൺസ് എ സ്ട്രിംഗ്? ഇതില് ഈ റീപ്ലേസ് ക്യാരക്ടർ അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞുള്ള സ്ട്രിങ്, ആ സ്ട്രിങ്ങിലെ റീപ്ലേസ്മെന്റ് കഴിഞ്ഞത് റിട്ടേൺ. ഈ ലിങ്ക്ഡോ ക്യാരക്ടർ ആറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ ക്യാരക്ടറേ അതിനകത്തുള്ളൂ. ഇൻഡെക്സ് ഓഫ് സ്ട്രിങ്ങിനും അങ്ങനെ ഉള്ളൂ. അപ്പോ മൂന്നാമത്തതാണ് കറക്റ്റ് ആൻസർ. 8ാമത്തത് 1-8. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ വിത്ത് റിഗാർഡ്സ് ടു such statement? ചെക്സ് ഫോർ ആൻ ഇക്വാലിറ്റി ബിറ്റ്വീൻ ദ ഇൻപുട്ട് ഓഫ്, അതൊക്കെ ചെക്ക് ചെയ്യും. അപ്പോ നോട്ട് ട്രൂ ആണ് പറഞ്ഞത്. അപ്പോ ആ ഇൻപുട്ട് ചെയ്തതും കേസിന്റെ ലേബൽ ആയിട്ടുള്ള 0 1 2 3 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കും ഈക്വൽ ആണോ എന്ന്. അത് ഈക്വൽ ആണെങ്കിൽ അത് മാത്രം എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് ബ്രേക്ക് വെച്ച് പുറത്ത് ചെയ്യണം. അതാണ് നമ്മൾ സ്വിച്ച് കേസിൽ കാണുന്നത്. സപ്പോർട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ്, അങ്ങനെ ഒരു സംഭവമില്ല. ഫ്ലോട്ടിംഗ് പോയിന്റിനെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ 2ാമത്താണ് ആൻസർ. ബ്രേക്ക് ഈസ് യൂസ് ടു എക്സിറ്റ്, അത് ശരിയാ. ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ സ്വിച്ച് ബ്ലോക്കിൽ നിന്ന് പുറത്തു വരുന്നത്. കേസ് ലേബൽസ് ആർ യുണീക്ക്, അതെ യുണീക്ക് ആയിരിക്കണം, ഒന്നുപോലെ സാമ്യം ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ 2ആണ് ആൻസർ. അടുത്തത് കൺസിഡർ ദ അറേ ഗിവൺ ബിലോ. AEIOU നമ്മളിവിടെ ആസ്ക്യൂ വാല്യൂസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. അപ്പോ ക്യാപിറ്റൽ എയുടെ ആസ്ക്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ 65. ആസ്ക്യൂ വാല്യൂസ് അല്ലെ, നമുക്ക് ആസ്ക്യൂ വാല്യൂസിന്റെ ടേബിൾസ് പരിചയമുണ്ട്. അപ്പൊ 65 2 130 ആൻസർ. ഇതില് 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ഏതാണെന്നാണ് നോക്കുന്നത്. 11 മുതൽ 30 വരെ 2ന്റെ ഇന്റർവൽ എന്ന് പറയുമ്പോൾ അത് 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമല്ലോ അല്ലെ, <30 അല്ലെ. അതേസമയം 11 മുതൽ 30 വരെ 3ന്റെ മൾട്ടിപ്പിൾസ് ആകുമ്പോൾ 10 വരില്ല. 11 മുതൽ <20 എന്ന് പറയുമ്പോൾ അത് 19 വരെ പോവുള്ളൂ, അവിടെ അത് 10 കിട്ടത്തില്ല. 11 മുതൽ <21 എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി കൂടിപ്പോകും. അപ്പോ 1ാമത്തതാണ് ആൻസർ, 10 പ്രാവശ്യം. അടുത്തത് എ സിംഗിൾ, 1ാമത്തല്ല ആൻസർ, 1ാമത്തതാണ്, അതാണ് എന്റെ ആൻസർ. അടുത്തത് ഇതിലെ ഒരു ചെറിയ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്കോ അങ്ങനെ വല്ലതും പറയാം. X49 = 100, അതാണ് 50ാമത്തെ എലമെന്റ്. അത് 0ത്തിൽ തുടങ്ങുന്നതുകൊണ്ടാണ്. 51 അല്ല, 48 അല്ല, 49. അപ്പൊ അവിടെ ഒരു ഈക്വൽ ടു കൂടെ വേണം. അവിടെ 3ാമത്തെ ലൈൻ ഒരു ഈക്വൽ ടു ഇല്ല. X50 100 അല്ല. അടുത്തത് മെത്തേഡ് പ്രോട്ടോടൈപ്പ് ഫോർ ദ മെത്തേഡ് കമ്പ്യൂട്ട് വിച്ച് അക്സെപ്റ്റ് 2 integer arguments and returns true or false. 2 integer ആർഗ്യുമെന്റ് എടുക്കും. അപ്പോ ആദ്യത്തത് കമ്പ്യൂട്ട് വോയിഡ് പറ്റില്ല, റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ഓർ ഫാൾസ് ആണെന്ന് പറഞ്ഞാൽ അത് ബൂളിയനാണ്. ഈ ബൂളിയൻ 3ാമത്തിന് ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ ഇന്റിജർ ബി എന്ന് വേണം, A, B എന്ന് ഇടാൻ പറ്റില്ല. പിന്നെ ഇന്റിജർ കമ്പ്യൂട്ട് ഇന്റിജർ ബി എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്ന ഇന്റിജർ അങ്ങനെയല്ല. ഇപ്പൊ 2ാമത്താണ് ആൻസർ. അതായത് ട്രൂ ഓർ ഫാൾസ് റിട്ടേൺ ചെയ്യുന്ന പറഞ്ഞാൽ ബൂളിയൻ ആണ്. മെത്തേഡിന്റെ പേര് കമ്പ്യൂട്ട് ആണ്. 2 പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റിജർ A, ഇന്റിജർ B. The statement that brings the control back to the calling methods, അത് റിട്ടേൺ ആണ് അല്ലെ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്കിന് പുറത്ത് ചാടി. സിസ്റ്റം എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിനെ പുറത്തു പോകും. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ പുറത്തും അല്ല പോകുന്നത്, അത് ആദ്യം തൊട്ട് വീണ്ടും തുടങ്ങും. അപ്പൊ റിട്ടേൺ ആണ് അതിലേക്ക് കൺട്രോൾ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ അതാണ് ആൻസർ. ദ ഡിഫോൾട്ട് വാല്യൂ ബൂളിയൻ വേരിയബിൾ ഈസ്, അല്ലെ, അത് ഫാൾസ് ആണ്. ഫാൾസ് ആണ്, ചെറിയ ലെറ്റർ ഫാൾസ്. എന്നുവെച്ചാൽ അവിടെ ഒരു ക്യാപിറ്റൽ എഫിന്റെ ഫാൾസ് ഉണ്ട്. ഇൻ ജാവ ദ ഡിഫോൾട്ട് വാല്യൂ ബൂളിയൻ വേരിയബിൾ ഈസ് ഫാൾസ്. ദിസ് ഇസ് ദ വാല്യൂ ഓട്ടോമാറ്റിക്കലി അസൈൻ ടു ബൂളിയൻ വേരിയബിൾ ദാറ്റ് ആർ എക്സ്പ്ലിസിറ്റ്ലി ഇനിഷ്യലൈസ്ഡ്. അപ്പൊ അതിന്റെ ഡിഫോൾട്ട് വാല്യൂ അതാണ്. അടുത്തത് മെത്തേഡ് ടു കൺവേർട്ട് എ ലോവർ കേസ് ക്യാരക്ടർ, അത് ടു അപ്പർ അല്ല ടു ലോവർ.
മെത്തേഡ് ടു കൺവേർട്ട് ലോവർ കേസ് ക്യാരക്ടർ ടു അപ്പർ കേസ്. അപ്പോൾ ടു അപ്പർ കേസ് ആണ്. ഇതിൽ ടു അപ്പർ കേസ് 2 എണ്ണം ഉണ്ട്. ഈ ഈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണോ എന്നാ ചോദിക്കുന്നത്. അങ്ങനെയല്ല, കൺവേർട്ട് ചെയ്യാനാ പറയുന്നത്. അപ്പോൾ 3 എണ്ണം ഉണ്ട്. string dot to uppercase. The method to convert lowercase character to uppercase is. അപ്പോൾ character to uppercase character ആണ്. ഇത് നമുക്ക് നോക്കാവുന്ന character dot to uppercase character. This method convert lowercase character to the uppercase character. അപ്പോൾ നമ്മൾ കണ്ടു. അടുത്തത് നമുക്ക് നോക്കാം. assertion. Integer class can be used in the program without calling a package. അതെ, നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. It belongs to the default package Java language. അതും ശരിയാണ്. അപ്പോൾ നമ്മളിവിടെ പറയേണ്ടത് both assertion A and reason are true. അപ്പോൾ ഒന്നാണ് പറയേണ്ടത്. എന്നുവെച്ചാൽ അത് രണ്ടും ശരിയല്ലേ? അതെ, ഒന്നാ. അത് പറഞ്ഞിട്ടുണ്ട്. ബോത്ത് അസർഷൻ ആൻഡ് റീസൺ അത് രണ്ടും ശരിയാ. അതുകൊണ്ട് ആണ് ഒന്നാമത്തതിന്റെ ആൻസർ അങ്ങനെ വന്നു. അടുത്ത നോക്കാം നമുക്ക്. അടുത്ത ഏതാണ്? 12ാമത്തെ ക്വസ്റ്റ്യൻ അല്ല 17ാമത്തെ ക്വസ്റ്റ്യൻ. A student execute following code to increase the value of variable x by 2. He has written the following statement which is incorrect. അതിൽ ഇപ്പുറത്താ പ്ലസ് വരണ്ട അല്ലേ? അപ്പോ അങ്ങനെ എഴുതാം. എയും സിയും എഴുതാം അല്ലെ? എയും സിയും എഴുതാം, ബി എഴുതാൻ പറ്റില്ല. ബോത്ത് എ ആൻഡ് സി. അതായത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടുവിന്റെ ഷോർട്ട് ഫോം ആണ് എക്സ് പ്ലസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞു. സ്റ്റേറ്റ്മെന്റ് യൂസ് ടു ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്ട്രിങ്സ് array is. The statement used to find the total number of strings present. The s dot length ആണ്. നമ്മൾ പറയുന്നത് s dot length. The statement used to find the total number of strings present in the string. In Java, the property length is used. A property അത് മെത്തേഡ് അല്ല. ആ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് കാണാനുള്ളതാണ്. ലെങ്ത് റിട്ടേൺസ് നമ്പർ ഓഫ് സ്ട്രിങ്സ് പ്രസന്റ്. അപ്പൊ ആരയിൽ എത്ര സ്ട്രിങ് ഉണ്ട് എന്നുള്ളത് പറയും. അത് നമ്മൾ കണ്ടു. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് സാപ്പ് ചെയ്യാനാണ്. അതായത് എയുടെ വാല്യൂ ബിയിൽ പോകണം, ബിയുടെ വാല്യൂ എയിൽ വരണം. ഇത് സാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എയുടെ വാല്യൂ ബിയിൽ വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബിയുടെ എടുത്ത് എ ആക്കിയ പോരെ എന്ന് ചോദിക്കും. പക്ഷെ അപ്പൊ എയുടെ വാല്യൂ നഷ്ടപ്പെടും. അല്ലെ ബി സീക്വൽ ടു എ എന്ന് എഴുതി കഴിഞ്ഞാൽ എയുടെ വാല്യൂ ബിയിൽ വരും, പക്ഷെ ബിയുടെ വാല്യൂ നഷ്ടം. അപ്പൊ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്കൊരു ടെമ്പററി ലൊക്കേഷനിലേക്ക് എഴുതണം, എന്നിട്ട് വേണം ഓവർ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ടി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, അതായത് മൂന്നാമത്തെ. എന്നിട്ട് എ എടുത്ത് അവിടെ വെക്കും. അപ്പൊ ടി സീക്വൽ ടു എ. അപ്പൊ 3, 4. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബിയിലുള്ള എടുത്ത് എയിൽ എഴുതും. നമ്മൾ ആദ്യത്തെ അടുത്ത് മാറ്റി വെച്ച്. അപ്പോ എയിലും ബിയിലും ഇപ്പൊ ഒരുപോലെ. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചതെടുത്ത് അത് ടീലാ ഉള്ള അത് ബിയിൽ എഴുതും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചാപ്പ്. അപ്പൊ 3, 4, 1, 2 അതാണ് അതിന്റെ സീക്വൻസ്. ഓക്കെ. അടുത്തത് assertion and argument value is passed. An argument is a value
that is passed to a method when it is called. ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് വാല്യൂ ആണ്, അത് മെത്തേഡിലേക്ക് പാസ് ചെയ്ത് വിളിക്കുമ്പോൾ. അതെ, വേരിയബിൾ വിച്ച് ആർ ഡിക്ലെയർഡ് ഇൻ മെത്തേഡ് പ്രോട്ടോടൈപ്പ്, അതിനെ ആക്ച്വൽ പാരാമീറ്റർ എന്നല്ല പറയും. ഓക്കെ, അത് ആക്ച്വൽ പാരാമീറ്റർ എന്നല്ല പറയും. നമുക്കതൊന്ന് നോക്കാം. Assertion A is true, reason R is false. മൂന്നാമത്തെ correct. Assertion is correct because an argument, indeed a value passed to a method when it is called. The reason is incorrect because variable declared in a method prototype to receive values. അതിന് പറയുന്ന ഫോർമൽ പാരാമീറ്റേഴ്സ്, ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്നല്ല. ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്നല്ല, അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ നമ്മൾ അത് കണ്ടു. ഇനി റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. കോഡ് ഈക്വൽ ടു ജി ഗ്രീൻ, else if code equal to ജി. നമുക്കത് ഓർ വെച്ചിട്ട് എഴുതാം അല്ലെ. ആ ഓർ വെച്ചിട്ട് എഴുതിയാൽ ആൻസർ കിട്ടും. അതാണ് അതിന്റെ ആൻസർ. അത് ഓറിന്റെ സിമ്പിൾ ഇട്ടിട്ട് എഴുതി, എന്നിട്ട് അത് ഒറ്റ ലൈനാക്കി എഴുതി. അത് ശരിയാണ്. ക്യാപിറ്റലിന് സ്മോൾ കൊടുക്കും. ഇതാണ് അതിന്റെ ആൻസർ. അത് നമ്മൾ നോക്കി. അടുത്തത് എ പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് പ്ലസ് ബി പ്ലസ് 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 എ. എ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ പ്ലസ് പ്ലസ് അപ്പുറത്താണ്. അപ്പൊ എയുടെ വാല്യൂ 2. അത് പ്ലസ് പ്ലസ് ബിയിൽ എത്തുമ്പോ അത് 3 ഒന്ന് കൂട്ടും, എന്നുവെച്ചാൽ ഇപ്പുറത്തെ അക്ഷരം. അപ്പൊ 2ൽ നിന്ന് 4 പോകുമ്പോൾ മൈനസ്. അതിന്റെ കൂടെ ഇവിടെ 3 4. അപ്പോ എയുടെ വാല്യൂ 2. മറ്റത് ഓൾറെഡി അവിടെ എയുടെ വാല്യൂ 4. നമുക്ക് ഒന്നുകൂടെ നോക്കിക്കളാം. ബിയുടെ വാല്യൂ 6. അതായത് എ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പം 2 എടുക്കത്തുള്ളൂ, പ്ലസ് പ്ലസ് അപ്പുറത്തെ കിടക്കും. പ്ലസ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 3, അത് 4. 2ൽ നിന്ന് 4 പോയി -2 ആയി അല്ലേ. അത് അപ്പുറത്ത് വരുമ്പം 4. അപ്പോ ബിയുടെ വാല്യൂ 6. ആ ഓൾറെഡി ഉള്ള 2 മൾട്ടിപ്ലൈ ചെയ്ത് 6 ആയി. എയുടെ വാല്യൂ അപ്പുറത്ത് വന്നുകൊണ്ട് 4 ആയി. അത് ക്ലിയർ ആണെന്ന് തോന്നുന്നു, മനസ്സിലാക്കാം. അടുത്തത് a student execute the following programs, gets an error. Identify boolean x is equal to true switch x. നമുക്ക് ആ സ്വിച്ചില് ഒരു ഇന്റിജർ വാല്യൂ വേണ്ട, എന്നിട്ട് അത് കേസ് 1 കേസ് 2 ആണ് പറയേണ്ടത്, അല്ലാതെ അത് ബൂളിയൻ വെച്ച് നമുക്ക് ചെയ്യാം. A student execute the following programs and gets an error. അതായത് ടു ഗെറ്റ് എ റിക്വയർഡ് ഔട്ട്പുട്ട് ഇന്റിജർ എക്സ് ഈസ് ഈക്വൽ ടു 1 അങ്ങനെയാ വേണ്ട. അത് ബൂളിയനിൽ ഡിക്ലെയർ ചെയ്താൽ ശരിയാവുകയല്ല.
അപ്പോൾ അത് നമ്മൾ നോക്കി. ക്യൂബ് റൂട്ട് എക്സും പ്ലസും സ്ക്വയർ റൂട്ട് വൈയും, അതാണ് അതിന്റെ ഫംഗ്ഷൻ അല്ലേ. അതായത് മാത്ത് ഡോട്ട് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് ഓഫ് വൈ, അത് അങ്ങനെയാണ്, അതാണ് അതിന് ഇക്വലന്റ് ഫോം. അടുത്തത് ഹൗ മെനി ടൈംസ് വിൽ ദ ഫോളോയിങ് ലൂപ്പ്, 2 ടൈമാണ്. റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ കോഡ്. 10 പ്ലസ് പ്ലസ് അപ്പുറത്ത് കിടക്കുന്നുണ്ട്, 20 പ്രിന്റ് ചെയ്തു അല്ലേ. അത് X% 3ലേക്ക് പോത്തില്ല. അതെന്താന്ന് വെച്ചാ 20 ഈക്വൽ ടു 20നെ 3 കൊണ്ട് ഹരിച്ച സിസ്റ്റം വരും, അപ്പൊ അത് നടക്കത്തില്ല. പിന്നെ അത് 22 ആവും അല്ലേ. അപ്പൊ 10 2 20 പറഞ്ഞു. അത് പറഞ്ഞു, അത് 20 പ്രിന്റ് ചെയ്തു. പിന്നെ അത് 11 ആയി. 10 11 ആയി. 11 2 11 2 22 അല്ലേ. 22 പ്രിന്റ് ചെയ്തു. 11% പ്രിന്റ് ചെയ്തു. അടുത്തത് 12 വരും. 11 പ്രിന്റ് ചെയ്യും, 22 പ്രിന്റ് ചെയ്യും, പിന്നെ 12 വരും. 12ന്റെ കേസിൽ വരുമ്പോൾ സിസ്റ്റം വരത്തില്ല, 4 കൊണ്ട് വെട്ടിപ്പോവും, സിസ്റ്റം വരത്തില്ല, ബ്രേക്ക് അടിക്കും. അതാണ് അത് ചെയ്യുന്നത്. അടുത്തത് ഗാലക്സി ഗെയിംസ്, അതിൽ ആദ്യത്തെ 2 G. അതുകൊണ്ട് ആ ഇക്വാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ പറയും. മറ്റത് പ്രോഗ്രാം ആണ്, കമ്പയർ ടു അത് ഫാൾസ് ആയതുകൊണ്ട് ഒരു നെഗറ്റീവ് നമ്പർ കൊടുക്കും. ഓക്കെ, അപ്പോ രണ്ടാമത്തത് ഒരു -1 ആ ഫംഗ്ഷനിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മുകളിലത്തത് ഈക്വാലിറ്റി, അപ്പൊ ട്രൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്. പ്രൊഡിക്ട് ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ് സ്നിപ്പറ്റ്. ഇതില് ക്യാപിറ്റൽ ബി ആണ്, അതിനെ സ്മോൾ ലെറ്റർ ആക്കി. നമുക്ക് ആസ്കി ടേബിൾ വേണം. അതിൽ നിന്ന് പുറകോട്ട് 10 എണ്ണി പോകുമ്പോൾ ക്യാപിറ്റൽ എക്സ് വരും. അപ്പൊ എക്സ് പ്രിന്റ് ചെയ്യും, ഒരു സ്പേസ് ഇടും, എന്നിട്ട് അത് 88 മറ്റോ ആണെന്ന് തോന്നുന്നു, അത് അവിടെ പ്രിന്റ് ചെയ്യും. 88 അല്ലേ. എക്സും ബിയും പ്രിന്റ് ചെയ്യും. ആ 10 കുറച്ചിട്ട് ക്യാപിറ്റൽ ബി എന്ന് പുറകോട്ട് 10 പോകുമ്പോ അല്ല, സ്മാൾ ബി എന്ന് പുറകോട്ട് 10 പോകുമ്പോ അത് ക്യാപിറ്റൽ എക്സ് ആവും. അതാണ്. അതുപോലെ തന്നെ ആ ബി എന്ന് പറഞ്ഞത് കൺവേർട്ട് ചെയ്തെടുത്തതാ, ലോവർ ആയിട്ട് കൺവേർട്ട് ചെയ്തതാ അല്ലെ, ലോവർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തതാ. അടുത്തത് 2.8. 2.8 എക്സില് 25 സ്റ്റോർ ചെയ്യുന്നത് സ്ട്രിങ് ആയിട്ടാണ്. അത് പാർസ് ചെയ്ത് ഇന്റിജറിലാക്കി. എന്നിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ എ സ്റ്റുഡന്റ് ഈസ് ട്രൈയിങ് ടു കൺവേർട്ട് string present in x to a numerical value. അത് ചെയ്തു. സോ ദാറ്റ് he can find the square root of the converted value. അതുകൊണ്ട് അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. However, the code has an error. ഈ കോഡിൽ ഒരു എറർ ഉണ്ടെന്നാണ് പറയുന്നത്.
സ്ട്രിങ് എക്സ് 25 അത് പാഴ്സ് ചെയ്തു, അത് വൈയിൽ സ്റ്റോർ ചെയ്തു. correct the code so that compiles and run correctly. നമുക്ക് നോക്കാം ഇത്. A student is trying to convert, അത് പറഞ്ഞു. അവിടെ ഡബിൾ വൈ ഡബിൾ പാർസ് ഡബിൾ എക്സ്. അതായത് പാർസ് ചെയ്ത് ഇന്റിജറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഡബിൾ വൈ എന്ന് വേണം, എങ്കിലേ അത് ശരിയാവുള്ളൂ. അതായത് രണ്ടാമത്തെ ലൈനില് ഡബിൾ എന്ന് പറഞ്ഞ പാർസ് ചെയ്തിട്ട് ഇന്റിജർ എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യാം. അടുത്തത് 2 9. കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാണ് ക്ലാസിന്റെ പേര്. അതിലൊരു കൺസ്ട്രക്ടർ ഉണ്ട്, രണ്ടിന്റെ പേര് ഒന്നാണ്. ആ പാരാമീറ്റേഴ്സ് ഇല്ലാത്തതും പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇവിടെ എന്താണ് സംഭവം? ഇതില് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞത് ഒരു കൺസ്ട്രക്ടർ വിത്തൗട്ട് പാരാമീറ്റേഴ്സ്, അതർ വിത്ത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. അതാണ് രണ്ടാമത്. അതാണ് എൻ്റെ ആൻസർ. കൺസിഡർ ദ ഫോളോയിങ് പ്രോഗ്രാം സെഗ്മെന്റ്, ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ഇവിടെ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 34? 34 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേറോ രണ്ടാമത്തേറോ മൂന്നാമത്തേറോ. അപ്പൊ 2 2 0 ആണ്. 2 3 എന്ന് പറയുന്നത് 10 ആണ്, അല്ല 9 ആണ്. അതില് 1 2 എന്ന് പറയുന്നത് 8, 9 8 17. ഇനി അടുത്തത് ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്ന, അല്ല കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ആ ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണേ, അത് നിർബന്ധമാണ്. ഇതിനകത്ത് പ്രിൻസിപ്പൽ ഉണ്ട്, പീരീഡ് ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ഡബിൾ ഉണ്ട്. അരവർഷത്തേക്ക് ഇൻട്രസ്റ്റ് 9%, അരവർഷം മുതൽ 1 വർഷം വരെ 10, 1 മുതൽ 3 വരെ 11%, 3 വർഷത്തെ കൂടുതലാണെങ്കിൽ 12. ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നതിന്റെ ഫോർമുലയാണ് P × 1 + R / 100. അത് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ നമ്മൾ പ്രിൻസിപ്പൾ ചോദിച്ചു, നമ്പർ ഓഫ് ഇയേഴ്സ് ചോദിച്ചു. അത് 0.5 ആണെങ്കിൽ R = 9, അല്ലെങ്കിൽ R = 10. അത് 1 നും 3 നും ഇടയ്ക്കാണെങ്കിൽ R = 10. ആ ഒരു കാൽക്കുലേഷനേ ഉള്ളൂ. അത് ആ ഫോർമുല അത് ഇക്വേഷൻ ആക്കിയിട്ടുണ്ട്. P × math power 1 + R / 100, അത് ആ ഇക്വേഷൻ നമ്മൾ ഇവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ലൈൻ ആക്കിയതാണ്. ഇവിടെ എന്നിട്ട് ബാങ്കിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കും B എന്ന് പറഞ്ഞ്, എന്നിട്ട് ആ വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യും, പ്രിൻസിപ്പൽ ഇയറും അത് അക്സെപ്റ്റ് വെച്ചിട്ട്, പിന്നെ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ട് അത് 0.5 ആണോ, 0.5 നും 1 നും ഇടയ്ക്കാണോ, 1 നും 3 നും ഇടയ്ക്കാണോ, അത് എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അത് ഒരു /T ഒക്കെ വെച്ച് വൃത്തിയായിട്ട്, അതായത് ടോപ്പിൽ പ്രിൻസിപ്പൽ റേറ്റ് ടൈം എമൗണ്ട് എന്ന് പറയും, താഴെ പ്രിൻസിപ്പൽ എമൗണ്ടും റേറ്റും ടൈമും അത് ഡിസ്പ്ലേ ഭംഗിയായിട്ട്. അതാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത്. ആ പ്രോഗ്രാം ചെയ്യുന്ന അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതില് ഡിഫൈൻ എ ക്ലാസ്, സെർച്ച് ഫോർ വാല്യൂ, ഇൻപുട്ട് യൂസർ, ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് സെർച്ച് സക്സസ്ഫുൾ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് ബൈനറി സെർച്ച്. നമ്മൾ മുമ്പ് വേറൊരു ക്വസ്റ്റ്യനിൽ ലീനിയർ സെർച്ച് നോക്കിയായിരുന്നു. ഇത് ബൈനറി സെർച്ചാ. ഇത് ഒരു പർട്ടിക്കുലർ ഓർഡറിലായിരിക്കണം, അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ. ഇത് അസെൻഡിങ് ആണ്, ഓർഡറിലാണ്. നമുക്ക് അതിന്റെ സീക്വൻസ് കാണുമ്പോൾ അറിയാം.
അപ്പൊ അവിടെ നമ്മൾ ആ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ പകുതി എടുക്കും അല്ലെ. പകുതി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ f+1/2 അല്ലെ. ഓരോ പ്രാവശ്യം എടുത്തിട്ട് തൊട്ടടുത്ത് എടുക്കും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ചെക്ക് ചെയ്യേണ്ട നമ്പർ ചെറുതാണെങ്കിൽ x(n) <n) ആണെങ്കിൽ അത് m+1 കൂട്ടും ഫസ്റ്റ്. അതായത് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് അപ്പറിലാണെങ്കിൽ, പക്ഷെ അതിനൊക്കെ ചെറുതാണെങ്കിൽ നമ്മളൊന്ന് കുറയ്ക്കും. അപ്പോൾ അതൊന്ന് നോക്കുക. അതിനകത്ത് ഓരോ തവണയും അപ്പൊ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് സ്റ്റെപ്സ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ബൈനറി സെർച്ചിൽ ഒന്ന് പകുതിയാക്കും, എന്നിട്ട് ഈക്വൽ ആണോ എന്ന് നോക്കും, അല്ലെങ്കിൽ അടുത്തതിൽ നോക്കും. അപ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 5ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വവൽസ് ആണെങ്കിൽ തൊട്ടടുത്ത അക്ഷരമായിട്ട് റീപ്ലേസ് ചെയ്യുക. കൺസണൻസ് ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് ലെഫ്റ്റില്, അതായത് എം ആണെങ്കിൽ എൽ, അതേസമയം ഐ വവൽ ആയതുകൊണ്ട് ജെ അടുത്തത്. പിന്നെ സിമ്പലും ഇയറും അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യുക. അതിൽ മാറ്റമൊന്നും വേണ്ട. ഇത് പലപ്പോഴും ഈ സെക്യൂരിറ്റി എൻക്രിപ്ഷൻ ഡീക്രിപ്ഷനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ ഇന്റിജർ ഐ, എൽ, ക്യാരക്ടർ CH ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു ഫോർ ലൂപ്പ് എടുത്തു. എന്നിട്ട് നമ്മൾ ഓരോ ലെറ്ററും എടുക്കും. അത് ലെറ്റർ ആണോ എന്ന് നോക്കും. ഈസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ലെറ്റർ ആണോ എന്നാണ് നോക്കുന്നത്. ആണെങ്കിൽ അത് AUI ക്യാപിറ്റലിനും AUI സ്മോളിനും ആണോ എന്ന് നോക്കും. ആണെങ്കിൽ അത് NS ഒരു പ്രാവശ്യം നെക്സ്റ്റ് ലെറ്റർ എടുക്കും. അതല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കും. അതാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ഇത് രണ്ടുമല്ല, AEIOU അല്ല, കൺസണൻസും അല്ലെങ്കിൽ അത് NSന്റെ കൂടെ ഒരു പ്രാവശ്യം കൂട്ടും. അത് അതുപോലെ തന്നെ എഴുതും. ആ സ്ട്രിങ്ങിന്റെ കൂടെ അതുപോലെ തന്നെ എഴുതും. അതാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത്. അടുത്തത് ഇത് റോ കൂട്ടുന്നു. ഒരു മെട്രിക്സ് ആണ്. റോ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതില് 1 2 3 4 5 6 7 8 ആ റോ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അകത്തെ ലൂപ്പ്, അതായത് 2 ഡയമെൻഷൻ ആകുമ്പോൾ 2 ലൂപ്പ് വരും. ഓരോ പ്രാവശ്യം അത് പ്രിന്റ് ചെയ്യും, സം പ്രിന്റ് ചെയ്യും. എന്നിട്ട് S0 ആക്കും. പിന്നെയും ആ റോ എടുക്കുമ്പോൾ അതെല്ലാം സം ചെയ്തു, പ്രിന്റ് ചെയ്തു, പിന്നെ S0 ആക്കും. അങ്ങനെ അത് 4 പ്രാവശ്യം അത് പ്രിന്റ് ചെയ്യും. അത് സം ആണ് പ്രിന്റ് ചെയ്യും. ഓരോ റോയുടെയും സം ആണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സമ്മിന്റെ കാര്യം പറഞ്ഞു. ഈ ഏതെങ്കിലും ടൈപ്പിലുള്ള നമ്പർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ അത് സൂപ്പർ സ്പൈ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സൂപ്പർ സ്പൈ എന്ന് പറഞ്ഞാൽ അത് എന്താന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. 2 1 3 1 4 4ഉം സം ഓഫ് ഡിജിറ്റ്, അതിന്റെ നമ്പർ ഓഫ് ഡിജിറ്റും സം ഓഫ് ഡിജിറ്റും 4 ആണെങ്കിൽ നമ്മൾ അതിനെ സൂപ്പർ സ്പൈ എന്ന് പറയും. 125 2 1 3 5 3 8 അത് 3ന് ഇക്വലന്റ് അല്ല. അപ്പൊ അതുകൊണ്ട് സൂപ്പർ സ്പൈയും അല്ല. അപ്പൊ അതിന് നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? നമ്മളിവിടെ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ആ വൈൽ n > 0, n% 10 എന്ന് പറയുമ്പോൾ ഒരു സംഖ്യ കിട്ടി, അത് നമ്മൾ കൂട്ടി. അങ്ങനെ ഓരോ നമ്പർ എടുത്തെടുത്തത്. അതാണ് ആ വൈൽ ലൂപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ആ നമ്പറും
ആ എസും സി ഒരുപോലെയാണെങ്കിൽ നമ്മൾ അത് ട്രൂ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഫാൾസ് ആണെന്ന് പറയും. അതാണ് സൂപ്പർ സ്പൈയുടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് 8ാമത്തെ ക്വസ്റ്റ്യനില് 1 2 1 2 1 ഇത് ആൾട്ടർനേറ്റീവ് ആയിട്ട് 2 1ആണെങ്കിൽ 2 പ്രിന്റ് ചെയ്യും, 2 ആണ് 1 പ്രിന്റ് ചെയ്യും. അതാണ് അങ്ങനെ 3 തവണ. അതാണ് ഒരു ഫംഗ്ഷൻ. ഇതില് ഓവർലോഡ് മെത്തേഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ഡിസ്പ്ലേയില് പാരാമീറ്റേഴ്സ് ഇല്ലാത്ത മെത്തേഡില് ഒരു മെട്രിക്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ആൾട്ടർനേറ്റീവ് ആയിട്ട് നമ്പർ മാറും. ഇരട്ടയോ ഒറ്റയും, 1ഉം 2ഉം. അതില് 2 പാരാമീറ്റർ ഉള്ളത് എമ്മും എന്നും കൂടെ, അതിൽ എം വലുതാണെങ്കിൽ അത് പ്രിന്റ് ദ കോഷ്യന്റ് ഓഫ് ദി ഡിവിഷൻ, അതിന്റെ കോഷ്യന്റ് പ്രിന്റ് ചെയ്യും. അല്ലെങ്കിൽ അത് എന്നിനെ ത്രൈസ് ചെയ്യും, എന്നിനെ ടോയ്സ് ചെയ്യും, എമ്മിനെ ത്രൈസ് ചെയ്ത് പ്രിന്റ് ചെയ്യും. പിന്നെ 3 ഡബിൾ വേരിയബിള്, അതിന് ഇക്വേഷൻ. നമുക്ക് ആ പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. മെത്തേഡ് ഓവർലോഡിങ് ആണ്. അപ്പോ 3 മെത്തേഡ്സ് ഉണ്ട് സെയിം പേരിൽ. അതിവിടെ ഡിസ്പ്ലേ ആണ്. ആദ്യത്തെ ഡിസ്പ്ലേയിൽ പാരാമീറ്റർ ഇല്ല. അത് ഫോർ ലൂപ്പ് 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഫോർ ലൂപ്പ്, അതിനകത്ത് ഒരു ഫോർ ലൂപ്പ്. അകത്തെ ഫോർ ലൂപ്പ് നമുക്കറിയാം, അത് 5 തവണ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് വന്നിട്ട് പുറത്തെ ഫോർ ലൂപ്പ് 1 എന്നുള്ളത് 2 ആക്കും. പിന്നെ 2 ആക്കിയിട്ട് അകത്തത് പോയി 5 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. പിന്നെയും 6ന്റെ വാല്യൂ 3 ആക്കും. പിന്നെ അത് 5 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും താഴത്തെ ലൂപ്പിൽ. അപ്പോ ഇവിടെ ആ സിയുടെ വാല്യൂ 1 ആണ്, ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിന് ശിഷ്ടം 1 വരും. അപ്പൊ 2 പ്രിന്റ്. അതേസമയം അതിനകത്ത് ശിഷ്ടം 1 വന്നെങ്കിൽ 1 തന്നെ പ്രിന്റ് ചെയ്യും. അതാണ് എൽസിൽ പറയുന്നത്. അതായത് ഓരോന്ന് ഇടവിട്ട് അതൊന്നും 2ഉം പ്രിന്റ് ചെയ്യും. അത് അടുത്ത ഡിസ്പ്ലേയില് എം ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യും, അത് പ്രിന്റ് ചെയ്യും. അതല്ല എന്നാ വലുതെങ്കിൽ അതിന്റെ എന്നിന്റെ ടോയ്സും എമ്മിന്റെ ത്രൈസും എടുക്കും. പിന്നെ 3 വേരിയബിൾ ഉള്ളത് ജസ്റ്റ് ആ ഇക്വേഷനെ ഇവിടെ പ്രോഗ്രാം കോഡാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. a+b ബ്രാക്കറ്റ് ഇട്ടു, അതിനെ ഡിവൈഡ് ബൈ സി, 3ഉം കൂടെ കൂട്ടി ക്യൂ വന്നു. പിന്നെ പിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇസഡ് എഴുതി, അതാണ് പ്രിന്റ് ചെയ്തത്. അത് എക്സാക്ട്ലി ആ ഇക്വേഷൻ അവിടെ എഴുതിയതാ. അപ്പോ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോ ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. അപ്പോ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ അടുത്ത 2 ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഉണ്ട്, അത് ഞാൻ ഇടാം.